നമ്മളിപ്പോൾ പാലക്കാട് നെന്മാറയിൽ വന്നേക്കേട്ടാ. ഇന്നിവിടെ തകർപ്പ് വെട്ടിക്കെട്ട നടക്കാൻ പോവാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് നെന്മാറ വെടിക്കെട്ട് കാണാൻ പോകുന്നത്. ഇത്തവണ ഞാനും നമ്മൾ കുറച്ച് പേരെ കൂടി ഞങ്ങൾ വെടിക്കെട്ട് കാണാനായിട്ട് നെന്മാറയ്ക്ക് പോയി. ഒരു ഉച്ചയ്ക്ക് ഇപ്പോൾ അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിലേക്ക് അവിടെ ചുറ്റിക്കറങ്ങി. അത് കഴിഞ്ഞിട്ട് ആ ഒരു പാടത്ത് തന്നെ ഒരു സൈഡിലായിട്ട് ചുറ്റിനും വെയിൽ കെട്ടിയിട്ടുണ്ട്, ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ പുറത്ത് നല്ലൊരു സ്പോട്ട് നോക്കി നമ്മളവിടെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്താണെങ്കിൽ അത് വെടിക്കെട്ടുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പെട്ടെന്നൊരു മഴ അങ്ങ് വന്നു അവരെല്ലാം അത് മൂടിയും കാര്യങ്ങളെല്ലാം ചെയ്ത്. പക്ഷേ കണ്ട വേറൊരു കാഴ്ച എന്ന് വെച്ചാൽ മഴ പെയ്തിട്ടും ചില ആൾക്കാർ ആ മഴ മൈൻഡ് ചെയ്യാണ്ട് അവിടെ ഇന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കാഴ്ചകൾ വെടിക്കെട്ടില്ല. കാരണം അത്രത്തോളം വെടിക്കെട്ടിന് ഇഷ്ടപ്പെടുന്ന വെടിക്കെട്ട് ആരാധകരുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത് പല ജില്ലകളിൽ നിന്നാണ്, കൊല്ലത്ത്, എറണാകുളം, പത്തനംതിട്ട, നമ്മുടെ കേരളത്തിൽ പല പല സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു വെടിക്കെട്ട് കാണാനായിട്ട്. അത്രയും ഫേമസ് വെടിക്കെട്ടും ഈ ഒരു വെടിക്കെട്ട് പ്രേമികളുണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ കുറേ വെടിക്കെട്ട് സംഭവങ്ങൾ എല്ലാവരും പ്ലാസ്റ്റിക് ഒരു മുൻകൂട്ടി കരുതി അവിടെ വെച്ചിട്ടുണ്ട്. കാരണം പ്രായമായതും ചെറുപ്പക്കാർ, പിള്ളേരും എല്ലാവരും തന്നെ മഴ നനഞ്ഞ് വിറച്ച് നിൽക്കുകയാണ്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യല്ല, അവർക്ക് വെടിക്കെട്ടാണ്. നെന്മാറ വെടിക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ശരീരം ഇങ്ങനെ കുതിർത്തായിരിക്കും. ഈ ഒരു പയ്യനാണെങ്കിൽ പോലും ഇവൻ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തു നിന്നും കണ്ടാണ് വന്ന് ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ മഴയൊക്കെ ഏകദേശം ചെറുതായിട്ടും തോർന്ന് തുടങ്ങിയിട്ടുണ്ട്. ആളുകളൊക്കെ നല്ല സ്പോട്ട് നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ ചേമ്പലൊക്കെ പൊതിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. തണുത്ത് വിറച്ചോണ്ടിരിക്കുക കേട്ടോ ഓരോരുത്തർ. നമ്മുടെ വെടിക്കെട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പം കൊണ്ടുപോകുന്നത്. എന്തായാലും അത്യാവശ്യം ആളുകളൊക്കെ വന്ന് കൂടിയിട്ടുണ്ട്. മഴ വന്നാൽ എന്ത് വന്നാലും ഒരു പ്രശ്നമല്ല. അത് നമ്മൾ വെടിക്കെട്ട് കാണാൻ വന്നാൽ വെടിക്കെട്ട് കണ്ടിട്ടേ നമ്മൾ പോവുള്ളൂ.